ഹായ് വ്യൂവേഴ്സ്, ഇന്ന് ഞാനൊരു ബ്രെഡ് ഐറ്റംസിലുള്ള ലഡി പാവാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ വിചാരിക്കുന്നത്. ഇത് വീട്ടിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റംസാണ്. പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാതെ ഗ്ലൂട്ടനോ ഇംപ്രൂവറോ ഒന്നും ആഡ് ചെയ്യാണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. പറ്റുമെങ്കിൽ എല്ലാം ട്രൈ ചെയ്യുക, കമൻറ്റ്സ് അയയ്ക്കുക. നോക്കാം കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് എങ്ങനെ ചെയ്യാമെന്ന്. നമുക്ക് ഇതിനാദ്യം കുറഞ്ഞ ചൂടുള്ള പാലെടുക്കുക. അതിലേക്ക് പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ടാണ് നമ്മൾ ഈസ്റ്റ് ചേർത്ത് മിക്സ് ചെയ്യുന്നത്. ഈസ്റ്റ് ഒന്ന് ഫെർമെൻ്റായി വരാൻ ഇളം ചൂടുള്ള പാലോ വെള്ളമോ ആണ് വേണ്ടത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ചൂട് കൂടുകയും ചെയ്യരുത്, കുറയുകയും ചെയ്യരുത്. എന്നിട്ട് ഈസ്റ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്ക് നമ്മുടെ ഈസ്റ്റ് നന്നായിട്ട് ഫെർമെൻ്റായിട്ട് വരും. ഇനി നമുക്ക് മൈദയിലോട്ട് കുറച്ച് ഉപ്പും മിൽക്ക് പൗഡറും പാൽപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കാരണം ഉപ്പ് അവിടെ ഇവിടെ ആയിട്ടിരിക്കരുത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലോട്ട് നമ്മൾ റസ്റ്റ് ചെയ്യാൻ വെച്ച് മിൽക്ക് ഈസ്റ്റും ഉള്ള മിക്സ് ഒഴിച്ചിട്ട് നന്നായിട്ട് നീഡ് ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ ഈ മിക്സ് ഒഴിച്ച് നന്നായിട്ട് കൈകൊണ്ട് യോജിപ്പിക്കാൻ നോക്കുക. യോജിപ്പിച്ചിട്ട് വെള്ളം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ വെള്ളം ചേർത്താൽ മതി. മാവ് ഓവർ ലൂസായി പോകരുത്, ഓവർ ടൈറ്റും ആയി പോകരുത്. അത് നമ്മുടെ ബ്രെഡിനെ ബാധിക്കും. ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. നമ്മുടെ മാവിലേക്ക് ഇപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ആവശ്യമുണ്ട്. സാധാ നോർമൽ വാട്ടറാണ് ഞാൻ എടുത്തത്. കുറച്ച് ചേർത്ത് നന്നായിട്ട് കുഴച്ച്, കണ്ടല്ലോ നിങ്ങൾ അതിൻ്റെ ഒരു പരുവം. ഇനി അതിലോട്ട് നമ്മൾ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് കുഴച്ചെടുക്കാം. കഴിയുന്നത് നമ്മൾ മാർബിളിലോ ഗ്രാനൈറ്റിലോ അങ്ങനെ എന്തെങ്കിലും നല്ല ക്ലീൻ ചെയ്ത് തറയിൽ നമ്മൾ റാക്ക് ഉണ്ടാവല്ലോ, നന്നായിട്ട് ക്ലീൻ ചെയ്ത് അവിടെ ഇട്ട് നന്നായിട്ട് നീഡ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. നീഡിങ്ങിനനുസരിച്ചിട്ടാണ് നമ്മൾ ബ്രെഡ് നന്നായിട്ട് വരും. ഓക്കെ, ഇനി നമ്മൾ ഇതിനൊരു റെസ്റ്റ് ചെയ്യാം. ഒരു 45 മിനിറ്റോളം സമയം വേണ്ടി വരും. അതായത് നമ്മുടെ ഈസ്റ്റൊക്കെ ഒന്ന് മൈദയിലോട്ട് ഫെർമെൻ്റായിട്ട് വരാൻ, നന്നായിട്ട് പൊങ്ങി വരാൻ, ആക്ടിവേറ്റ് ആവണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക. ഒരു ഡബിൾ സൈസ് ആവുന്ന സമയത്ത് നമ്മൾ ആ കവർ അയച്ചെടുത്ത് അതിലേറൊക്കെ ഒന്ന് ഇടിച്ച് പോക്കി പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ അതിനെ സൈസാക്കി എടുക്കുക. അതായത് ഓരോ ബോളിനുള്ള ഒരു അളവിൽ കട്ട് ചെയ്ത് മാറ്റാം. ഒരേ അളവ് ബോൾസ് ആക്കാൻ ശ്രമിക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് വേ മെഷീൻ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് അളന്ന് എടുത്താലും മതി. അപ്പോൾ ഒരേ സൈസ് ബണ്ണായിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഇതിനെ ഷേപ്പ് ചെയ്യേണ്ടത് കാണുന്നുണ്ടല്ലോ, നമ്മുടെ ഈ 2 വിരൽ വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഷേപ്പ് ചെയ്തെടുക്കേണ്ടത്. താഴെ തന്നെ വെച്ചിട്ട് റൗണ്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ കറക്റ്റ് ഷേപ്പിൽ കിട്ടും. ഇല്ലെങ്കിൽ ഇതിൻ്റെ ബേക്കിംഗ് കഴിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ മുകളിൽ ക്രാക്കിൾ വരും. അപ്പോൾ നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഇനി നമ്മളൊരു ട്രേയിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് ട്രേയിൽ വെക്കുക. ഒരു 45 മിനിറ്റ് എന്തായാലും വേണ്ടി വരും. എല്ലാം ഒരു ഡബിൾ സൈസ് ആയി വരണമെങ്കിൽ നന്നായിട്ട് റാപ്പ് ചെയ്ത് തന്നെ വെക്കുക. അതിന് നമ്മളൊന്ന് എഗ് വാഷ് 45 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു മുട്ട നന്നായിട്ട് പൊട്ടിച്ച് എഗ് വാഷ് ചെയ്ത് ബേക്കിംഗ് ചെയ്യുക. ഒരു 20 മിനിറ്റ് 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ബേക്ക് ചെയ്യേണ്ടി വരും. കഴിഞ്ഞ ശേഷം ബേക്കിംഗ് ആയ ശേഷം പെട്ടെന്ന് എടുക്കുക, ബട്ടർ തടവി കൊടുക്കുക. കണ്ടല്ലോ നമ്മൾ ലഡി പാവിൻ്റെ പാവ് റെഡിയായി വന്നത്. നല്ല സോഫ്റ്റാണ്. നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. എല്ലാവരും ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.